ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ വണ്ടിയുടെ ബാക്ക് വീല് താന്നിട്ടിരിക്കണേ, അത് സെറ്റ് ചെയ്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ കൂടെ ഇറങ്ങാൻ പോവാം. പൂക്കളമായിട്ട് വന്നതാണ് ഇവിടെ. പൂക്കളായിട്ട് വന്നതല്ല, സ്പെയിനിലേക്ക് പൂക്കൾ ഇവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ലോഡ് കയറ്റി ഈ ഗ്രാമങ്ങളിലകത്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രാമങ്ങളിൽ കൂടെ പോകുമ്പോൾ ട്രെയിലറിന് പോകാൻ പറ്റാത്ത വഴികളുണ്ടാവും. നമ്മളപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്ന് ഒരു 14 പലറ്റാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. അതായത് നമുക്ക് കൊണ്ടുപോകേണ്ടത് സ്പെയിനിൽ മൂർസിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ പൂക്കളൊക്കെ കൂടെ പൂക്കളല്ല, ഇതിൻ്റെ വിത്താണോ എന്ന് സംശയമുണ്ട്. ഇത് വിൽക്കാനല്ലത്, ഇത് വെച്ചിട്ട് അവർ ഇതിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കും അവിടെ അല്ലെങ്കിൽ സ്പെയിനിൽ അല്ലെങ്കിൽ എവിടെ വേറെ സ്ഥലത്തേക്ക് വരും. രണ്ട് വഴിയുണ്ട് ഇതിൽ. നമുക്കപ്പോൾ ഇതിലേ പോവാം, അതായിരിക്കും നല്ലത്. നമ്മൾ വന്നത് ഏത് വഴിയാണെന്ന് ശരിപ്പെടുത്തല. ഇപ്പുറത്തോടെ പോവാം നമുക്ക്. ആ പുള്ളി കണ്ണൊന്നുമില്ല. Gira a la izquierda la de 113. നമ്മളപ്പോൾ വന്നത് ഈ വഴിക്കാണ്. അപ്പോൾ ആ വഴിക്ക് തന്നെയാണ് പോവാന്ന് വിചാരിച്ചിട്ടാ. Gira a la derecha en Lille y Petit Terre. കാരണം ഇതിലെ ചെറിയ വഴികൾ അതില ഈ പാടത്തിന്റെ സൈഡിലൊക്കെ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴിക്ക് കാറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാറുകളെ കാണുമ്പോൾ നമുക്കൊരു ഫയാണ്. ഫയല്ല, സ്പേസ് കൊടുക്കാനായിട്ട് സ്ഥലം ഉണ്ടാവാറില്ല. En 1,5 kilómetros, gira a la izquierda la de 113. Take the next left, then turn left onto Chemin des Gruas. കോംപ്ലിക്കേഷൻസ് ഇവിടെ വെച്ചിട്ട് ആലോചിക്കേണ്ടി വരും. കാരണം ആ വഴി കുഴപ്പമില്ല, പോയി നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ തിരിച്ചു വയ്ക്കാം. In 400 meters, turn left onto D113. വഴിയിലൊക്കെ കൊണ്ടു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല. Take the next left onto D113.
calle, después gira a la derecha. ഇതൊക്കെ അവരുടെ സ്ഥലങ്ങളാ. ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് എന്നെ ഒന്ന് കാലത്ത് വിട്ടത്. അവര് ഡയറക്ഷൻ തന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു അവിടേക്കല്ല. എന്നിട്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഇതായിരുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് ലോഡ് കയറ്റി. ഇത് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയില്ല ഇതിൻ്റെ അപ്പുറത്ത് എന്തിട്ടാണ് സംഭവിക്കുന്നതെന്ന്. എങ്ങനത്തെ വഴിയാണ് ഇതിൻ്റെ അപ്പുറത്തുനിന്നുള്ളത് അറിയില്ല. അതാണ് പ്രശ്നം. ഈ 2-3 ഗ്രാമങ്ങൾ കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് ഹൈവേയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് ലെ മാൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഫ്രാൻസിൽ. നമ്മളപ്പോൾ ഇന്നലെ ബെൽജിയത്തിൽ നിന്ന് ലോഡ് ഇറക്കി അവിടെ നിന്ന് മെറ്റീരിയൽസ്, അതായത് പൂക്കളുടെ മെറ്റീരിയൽസ് തിരിച്ച് എടുത്തിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ലോഡ് ഇറക്കി ലോഡ് കയറ്റി ഇവിടേക്കുള്ള മെറ്റീരിയൽസ് തിരിച്ചു കൊടുത്തിട്ടൊക്കെയാണ് നമ്മളെ പോക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വഴി കൂടെ നല്ല സ്പീഡിലാണ് വരാ. കാരണം അതുപോലത്തെ വഴികളാണ്. ചെറിയ വഴിയാണ്, പക്ഷെ സ്പീഡിൽ ട്രെയിലറിനും കൊള്ളാൻ പറ്റാത്തൊരു വഴിയാണ്. കാരണം നമുക്ക് ഓടിക്കണമെങ്കിൽ 2 ലൈനും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അതാണ് കുഴപ്പം. In 400 meters, turn left onto La Cigoniera, D109. Señal de stop. Gira a la derecha. പറയണത് ഈ വഴിക്കാണല്ലോ. റെഡിയില്ല, ഈ വഴിക്ക് തന്നെ പോവാം. Take the next left onto La Cigoniera, D109. ഇവിടെ നമ്മൾ എന്തിട്ടാ നടക്കണേന്നുള്ളത് അറിയില്ല. അവിടെ റോഡ് പണിയാണ്. എന്തായാലും തിരിച്ചു വെച്ചേടാവുന്നു അങ്ങനെ കണ്ടിട്ട്. Sal de la rotonda por la primera salida. ഓരോ സ്ഥലത്ത് ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ലോഡ് ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വണ്ടി ഒന്ന് തുറന്ന് നോക്കണം. പൂക്കളൊക്കെ അതുപോലെ തന്നെ ഇല്ലേന്ന്. D109. Sal de la rotonda por la primera salida por ruta Letán. ജാതി സംഭവങ്ങൾ വരുന്നതാണ് കുഴപ്പം. ഇവിടെ നിന്നും ഫസ്റ്റ് റൈറ്റ്.
കഴിഞ്ഞാൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലക്ക് എന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും നമുക്ക് വണ്ടി നിർത്താൻ പറ്റും. അപ്പം അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ പയ്യനൊന്ന് ഗ്ലാസ് ഒന്ന് കത്തി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല, നമ്മൾ വലിച്ചുകൊണ്ട് പോകും വണ്ടി. En 800 metros, gira a la izquierda en Rillan de Bogo. ഇത് മഴ പെയ്തേക്കണ വെള്ളമാണല്ലോ, കലങ്ങിയിട്ടുണ്ട്. ഒരു ചൂണ്ടയുണ്ടായിരുന്നെങ്കിൽ മീനെ പിടിക്കാമായിരുന്നു. In 400 meters, turn right onto Rue du General de Gaulle, നല്ലൊരു D192. പാലം വരുന്നുണ്ട്. വണ്ടികളൊന്നും ഇല്ല, ഇല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നുണ്ട്. Gira a la izquierda en Rillan de Bogo. Turn right onto Rue du General de Gaulle, D192. വലത്തോട്ട് പോലെ നമുക്ക് ഇടത്തോട്ട് പോകാൻ നോക്കാം. Continue on En 2 kilómetros y medio, D192 for gira a la 3 derecha en Rue de la kilometers. Citrerie. കുറ്റികളൊന്നും പോരില്ല എന്ന് വിചാരിക്കുന്നു കൂടെ ഇല്ല. ഇതൊരു ഗ്രാമമായതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണേ. ഇങ്ങനെ ഇട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ പോകാണ്ടിരിക്കാനേ വെച്ച്. അടിപൊളി. ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഗ്രാമങ്ങള്. ഇവിടെ മഞ്ഞമൂട്.
right onto Rue des Grands Mortiers. Merci beaucoup. അടുത്ത ചുള്ള അല്ല ചുള്ളത്തെ Turn right onto Rue des Grands Mortiers. അപ്പം നമ്മളുടെ പടകന്റെ പടകണ്ട വണ്ടി എടുത്തിട്ട് In 600 meters, at the roundabout, take the first exit onto Sal de la rotonda D323. por la primera salida por Rue de Trois-Plans. ഇവിടെ സംഭവങ്ങൾ അവർ റെഡിയാക്കുന്നുണ്ടോ റൗണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ ഇതൊക്കെ Sal de la rotonda por la segunda salida por Rue de Trois-Plans. Sal de la rotonda por la primera salida. Sal de la rotonda por la primera salida por la de 323. ട്രക്കുകളോട് നിർത്താൻ പാടില്ല അടിപൊളി ഇനി ഇവിടെ നിന്നും നമുക്ക് വലത്തോട്ട് ട്രക്ക് ഒരെണ്ണം കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ വഴിക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത റൂട്ടായിരിക്കണം എനിക്ക് എടുക്കാമായിരുന്നു വെച്ചെടുക്കാമായിരുന്നു പക്ഷെ എനിക്കൊരു സംശയം ഇത് വണ്ടി വളയോന്ന് ഇല്ലെങ്കിൽ അടുത്ത വഴി നോക്കണം വളയാൻ സാധ്യത കുറവാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് Exit the roundabout onto D323. വണ്ടി ഒന്നുകൊണ്ട് വളച്ചിട്ട് ഇതിലെ വിളയ്ക്കും അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വിളച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റർ Continue on പെടും ആ പോസ്റ്റർ D323 for 5 kilometers. അപ്പൊ നമ്മളൊരു റൗണ്ട് ഉണ്ടെങ്കിൽ റൗണ്ട് വളച്ചിട്ട് അതിലങ്ങ് എടുക്കും ഇവിടെ ഏകദേശം വലിയ കുഴപ്പമില്ലാത്തൊരു റോഡാണ് എൻ്റെ ഡ്രൈവ് ചെയ്യുന്ന പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ട്രെയിലർ മുമ്പിൽ വന്നത് അപ്പൊ നമ്മളെ പ്രോബ്ലംസ് ആയ റോഡൊക്കെ കവർ ചെയ്തു സൂക്ഷിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിലൊക്കെ എന്തിനാ സൂക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഞ്ഞപ്പോട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു വഴിക്ക് പണി നടപ്പുണ്ടാവും ഒന്നിലേക്ക് വഴിക്ക് വീതി ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ തൊട്ടപ്പുറത്തെ വഴി കൂടെ കയറിപ്പോകാൻ പറയും ട്രെയിലർ കയറില്ല അപ്പം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പണിയാണ് അപ്പോൾ ഗ്രാമങ്ങളിലേക്കൊക്കെ ഈ സംഭവം കൊണ്ട് കയറുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നോക്കിയും കണ്ടേ കയറുള്ളൂ നമ്മൾ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് പോവാൻ നോക്കട്ടെ ഇനി അത് വലിയ വളക്കിൽ നമുക്ക് വളയ്ക്കാൻ പറ്റില്ല വളവുകളിൽ അതിന്റെ കാരണം എന്നിട്ടാന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ട്രെയിലർ തുറന്നിട്ട് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് കാരണം
1.5 ടൺ അവിടം വരെ പോകാൻ പാടുള്ളൂ. അവിടം വരെ പോയി കഴിഞ്ഞാലും തിരിച്ചു വളയ്ക്കാന്ന് മാത്രം. ട്രക്കുകൾ ഇതിൽ അങ്ങോട്ട് വളയ്ക്കാൻ പാടില്ല. അവിടം വരെ പോവാം. കാണിക്കുന്നുണ്ട്. In 600 meters, at the roundabout, take the second exit onto the A11 ramp to Nantes, Angers. Sal de la rotonda por la segunda salida por la 11. വലത്തോട്ട് ട്രക്കുകൾ കയറാൻ പാടില്ല. ഇനിയിപ്പോൾ നീല വഴി നോക്കി വേണം പോകാനായിട്ട്. Transit. Exit the roundabout onto the ramp. Continue for 800 meters. In 600 meters, merge onto A11. അപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. Continue on A11 for 6 kilometers. En 5 kilómetros y medio, toma la salida 14 a la derecha por la 87. അപ്പോൾ കൂട്ടുകാരെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ്. അതുവരെ ബൈ.